എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഭവം ചിക്കൻ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് ആദ്യം നിന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മളൊന്ന് ഒരല്പനേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് അല്പനേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, എന്നാലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.25 സ്പൂണ് മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളതിന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ടതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാവും. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അല്പനേരം കഴിഞ്ഞൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.